ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട, കഴുകൽ പ്രാപിച്ച, അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത്. ചിലർ ഇങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്, ഞങ്ങളുടെ സഭയിലാണ് രക്ഷയിരിക്കുന്നത്. തെറ്റായ ഒരു പഠനം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെയാണ് സഭയിൽ ദിനപ്രതി ചേർത്തുകൊണ്ടിരുന്നത്. അപ്പം ഞുറുക്കി ആരാധിച്ചും അവർ മുന്നോട്ട് പോയെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ സഭയിൽ രക്ഷയില്ല, ക്രിസ്തുവിലാണ് രക്ഷ. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ സഭയല്ല രക്ഷ, ഞങ്ങളാ ശ്രേഷ്ഠര്, ഞങ്ങളാ അപ്പോസ്തലന്മാർ, ഞങ്ങളെ സ്വർഗത്ത് പോകും, ഞങ്ങളാ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ടാകും. അങ്ങനൊന്നുമില്ല. ലോകത്തിലെ വൻകരയിൽ, 4 വൻകരയിലുള്ള ആൾക്കാരെയും ദൈവം വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് പ്രിയരാക്കി അവർക്ക് എഴുതിയിരിക്കുന്ന തിരുവചനമാണെന്ന് റോമാ ലേഖനത്തിൽ ആദ്യം ഫസ്റ്റിൽ വായിക്കുമ്പോൾ താഴോട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിളിക്കപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമായിട്ട് എഴുതിയിരിക്കുന്ന തിരുവചനമാണ്. അതുകൊണ്ട് ദൈവം പ്രേക്ഷിതാമേ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല വിശുദ്ധരാ. പ്രത്യേകം ഒരു വിശുദ്ധന്മാരൊന്നും വചനത്തിലില്ല. അപ്പോസ്തലന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം, അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. പ്രേക്ഷിതാമേ, സ്തോത്രം. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി അയക്കപ്പെട്ടവർ, അത് അപ്പോസ്തലന്മാരെന്ന് വാക്കിൻ്റെ അർത്ഥം. പ്രേക്ഷിതാ. അപ്പോൾ ഇവിടെ മനുഷ്യൻ പഠിപ്പിക്കുന്നത് തെറ്റായ രീതിയിലാണ്. എന്നാൽ കേൾക്കുന്നവർ മനസ്സിലാക്കണം അങ്ങനൊന്നും അല്ല എന്നുള്ളത്. സ്തോത്രം. 2 or 3 പേര് കൂടുന്ന മധ്യത്തിൽ യേശു ക്രിസ്തുവോടുണ്ട്. അതുപോലെ ഒരു ഹാള് നിറയെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. ചില സഭയെ പേടിച്ച് പലരും ഫ്രണ്ടിൽ, പാസ്റ്റർമാരിക്കേണ്ട ഫ്രണ്ടിൽ ആരുമില്ല. അവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസന് മാറിയിരിക്കുന്നത്. എന്തൊരു കഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ പേടി, വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ്